ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. നൂറ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഞാൻ വന്ന് വീഡിയോ ചെയ്യാൻ നേരത്തെ കാരണം കുറച്ച് നാളായി നമ്മളൊരു കാര്യം പെൻഡിങ് വെച്ചേക്കാർന്ന്. ഒരു താത്ത നൂറ ഒരു വീഡിയോ ചെയ്തതിന് റിയാക്ട് ചെയ്തിരുന്നു. അവൾ അല്ലാ 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 എന്ന് വിളിച്ചിട്ട് ചെയ്തൊരു വീഡിയോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനവരൊരു റിയാക്ഷൻ ചെയ്തിരുന്നു. പക്ഷേ അത് അതിൽ കുറച്ച് നമ്മളും കൂടെ പറയണമല്ലോ. നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മളവിടെ നമുക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ നമുക്ക് കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. അതിൽ നൂറ അല്ലാ 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 എന്ന് വിളിച്ചത് അത് കളിയാക്കലല്ല. അതൊരു ആ കമൻറ്റിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അതങ്ങനെ വിളിച്ചതാണ്. ഓക്കെ. അതങ്ങനെ വിളിച്ചാൽ അപ്പം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ മാറും. അതായത് ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഹെറ്ററോസെക്ഷൽ ആവും എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പോൾ വിളിച്ച് കാണിച്ചു കൊടുത്തതാണ്. സി നോ വൺ ക്യാൻ ചേഞ്ച് ദാറ്റ്. ഇപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അല്ലാ 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 എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ അയാൾ ഹോമോസെക്ഷൽ ആവത്തില്ലല്ലോ. അതുപോലെ തന്നെ പരമാർത്ഥം സത്യം പരമാർത്ഥം എന്നൊക്കെ പറയാനോട്ട് ഉള്ളൊരു സംഗതി അത് അവൾ കാണിച്ചു തന്നതുള്ളല്ലോ. അത് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പം അത് അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഓക്കെ. ഈ താത്താടെ നാറ്റക്കേസ് മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം നാറ്റക്കേസ് നമുക്ക് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു സംഗതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മാമാഅർത്തിൻ്റെ ഇൻ ടു ദ വാലി, അതുപോലെ മാമാഅർത്തിൻ്റെ തന്നെ ഇൻ ടു ദ സൺസെറ്റ് എന്ന് പറയുന്ന രണ്ട് പെർഫ്യൂംസ് കേട്ടോ. ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ് തന്നെ കാണാൻ നല്ല രസമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പാക്കേജിങ്ങിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇതെന്തായാലും ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. കാരണം പാക്കേജിങ്ങിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം ടോക്സിൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആയതുകൊണ്ട് തന്നെ നമുക്കൊട്ടും പേടിക്കാതെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് മാമാഅർത്തിൻ്റെ ഇൻ ടു ദ വാലി എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഇതൊരു പ്രീമിയം ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ആണ്. ഫ്രാഗ്രൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു എക്സോട്ടിക് ഫ്ലോറൽ സംഭവത്തിൻ്റെ ഒരു ബ്ലെൻഡ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. പിന്നെ മാമാഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും മാമാഅർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ ഇതിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് പോയാലേ വാങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് വാങ്ങുള്ളൂ എന്നുള്ള വാശിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ബോട്ടിൽ ശരിക്കും 100 ml ബോട്ടിലാണ്. അതിൻ്റെ പ്രൈസ് 8,999 ആണ്. ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് 8,999. ഇനിയിപ്പോൾ പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്നവർ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ഞങ്ങളുടെ കൂപ്പൺ കോഡായിട്ടുള്ള NOVD2024 യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ടാവും. ഈ ഓഫർ മാമാഅർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലുമാണ്. പിന്നെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പെർഫ്യൂം. ഇത് മാമാഅർത്തിൻ്റെ ഇൻ ടു ദ സൺസെറ്റ് എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ. ഒരു യെല്ലോയിഷ് കളറാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രൂട്ടി അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു മഞ്ഞളിൻ്റെ സ്മെല്ലൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലോങ് ലാസ്റ്റിംഗ് ആണ് രണ്ട് പെർഫ്യൂം കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ള മാറ്റർ. അത് നമ്മൾ അടിച്ചൊരു ഉച്ചക്കൊക്കെ പുറത്ത് പോയിട്ട് ഒരു നൈറ്റ് കയറി വരികയാണെങ്കിൽ തന്നെ നല്ല സ്മെല്ലുണ്ടാവും. അത് പോയിട്ടുണ്ടാവില്ല. മാമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ഹാർംഫുൾ കെമിക്കൽസും യൂസ് ചെയ്തിട്ടില്ല എന്ന്. അതുപോലെ ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഈ പെർഫ്യൂംസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്മെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതായത് പാക്കേജിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ ഔട്ടറും ഇന്നർ പാക്കേജിങ് രണ്ട് നമ്മൾ എടുക്കണം. ഒരു മൊത്തത്തിലൊരു പ്രീമിയം ഫീലാണ് കേട്ടോ ഉള്ളത്. ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമെന്ന് പറയാൻ പറ്റും. ഇവൾക്ക് ഒന്നുകൂടെ മാമാഅർത്തിൻ്റെ ഇൻ ടു ദ വാലി എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂമാണ് ഇഷ്ടമായത്. എനിക്കാണെങ്കിൽ രണ്ടും ഇഷ്ടമായി. ഇതിപ്പോൾ നമ്മൾ മൂവിക്ക് പോകാനുള്ള ഒരു തത്രപ്പാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ. നമ്മൾ പോയി വന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് പോയിട്ടില്ല. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതുമാണ്. മാമാഅർത്ത് നമ്മുടെ ഫീഡ്ബാക്കിന് നല്ല വാല്യൂ കൊടുക്കും കേട്ടോ. നമ്മുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് അവരുടെ ഒനിയൻ ഷാമ്പു. അതുപോലെ പ്രൊഡക്ട്സിൽ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. റിസർച്ചും ഇന്നോവേഷൻസിലും കൂടി ഒരു ബെറ്റർ ക്വാളിറ്റിയിലോട്ട് അവർ എത്തിക്കുന്നുണ്ട് കേട്ടോ. പ്രൊഡക്ട്സ് എല്ലാം വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ വാങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഇവർ ലെസ്ബിയൻ കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ പോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇവരുടെ വീഡിയോ സെക്ഷനിൽ പോസ്റ്റ് ചെയ്തൊരു അല്ലിനിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും ഒന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു കമന്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു കമന്റ്സിൽ ആ ഒരു സ്ത്രീയോ പുരുഷനോ ആരാണെന്ന് അറിയില്ല, ഇവർക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കമന്റിൽ പറയുന്നത് കംപ്ലീറ്റ് ഇവരെ കുറിച്ചാണ്. അതിനെതിരെ ഇവർ ശക്തമായിട്ട് തന്നെ ചെറിയൊരു പ്രതിഷേധം പോലെയൊക്കെ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ട് പ്രതികരിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം അത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക്സ്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതിനെതിരെ എന്തായാലും പറയണമെന്ന് തോന്നി. ഓക്കെ, നിനക്ക് തോന്നുമ്പോൾ തോന്നിയ പോലെ നിനക്ക് ചെയ്യാം, അതിന് പ്രശ്നമില്ല. ഇപ്പൊ ഇവർ ഈ ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ അയച്ച് ഇത് പറഞ്ഞത് തട്ടവിടണോ വേണ്ടിയോ എന്നുള്ള സംഭവത്തിനാണ്. തോന്നിയതുപോലെ ചെയ്യണ്ടെന്ന് പറയുന്നത്. അത് ഇവരിവിടെ പറയേണ്ട കാര്യം കൂടെ ഇല്ല ശരിക്കും. ഇവർക്ക് ഈ ഒരു കമന്റ്സിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പേഴ്സണൽ ആയിട്ട് ഈ ഒരു കമന്റ് അയച്ച ആൾക്കാർക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. അവർക്ക് പറയാനുള്ള എന്താണോ മറുപടി അത്. പക്ഷെ ഇവരതല്ല ചെയ്തത്. യൂട്യൂബിൽ വന്നിട്ടാണ് ഈ കിടന്ന് പറയുന്നത്. ഈ യൂട്യൂബ്
താത്ത, ഇത് നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇരുന്നാണ് പറയുന്നത്, നൂറ് അന്നിരുന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ട് എനിക്ക് നിന്ന് പറയുന്ന കൂട്ടാണ്, പക്ഷേ നിങ്ങൾ സംസാരത്തിൽ എനിക്ക് നിങ്ങൾ കിടന്ന് പറയുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം യൂട്യൂബിൽ വന്ന് കിടന്ന് പറയേണ്ട കാര്യമില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ഒരു ഇപ്പോൾ നൂറാദില ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഈ ഐഷാബി താത്തേ, വോട്ടെവർ, ഈ ഐഷാബി താത്താടെ ഐഷാബി എന്നല്ലട്ടോ പേര്. അപ്പോൾ ഈ ഐഷാബി താത്താടെ ഞാൻ ഇട്ട പേരാട്ടോ. ഈ താത്താടെ ഇതിലല്ല നമ്മൾ വന്ന് പറയുന്നത്. ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ പാസ്വേഡ് വെച്ച്, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത്, ഞങ്ങളിരുന്ന് ചെയ്യുന്ന വീഡിയോ താത്തതൊന്നുമല്ല എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലിടണോ വേണ്ടിയോ എന്ന് അത് ഞങ്ങളുടെ തീരുമാനമാണ്, അല്ലേ? അതിപ്പോൾ താത്ത ഇങ്ങനെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെയൊക്കെ മൂഞ്ചാർന്നുള്ളൂ. പറയുമ്പോ ഇവർ വിചാരിക്കുന്നുണ്ട് യൂട്യൂബ് പറയുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യത്തോട് ഒന്നും തന്നെ പ്രതികരിക്കാതെ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പറയുന്നത് പ്രതികരണം നമുക്കൊന്നോ എവിടെ ഏഷ്യയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ തട്ടം ഇടണം. ഇതിപ്പോ പറയുന്നത് നിങ്ങൾക്ക് യേശുവിലെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾ എക്സ്പ്രസ് ചെയ്തത് ഞങ്ങളുടെ മാത്രം വ്യൂ പോയിന്റ് ആണ്. അത് ഒരു കമന്റ് നിങ്ങൾക്കല്ല വന്നത്, ഞങ്ങൾക്കാണ് വന്നത്. അപ്പോൾ അതിനെന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ പറയില്ലേ യേശോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ട്, അത് ആ ഒരു മെൻറ്റാലിറ്റി ഞങ്ങൾക്കില്ല. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇനി യേശോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ താത്ത ഇപ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൈപ്പായിരിക്കും. മേ ബി, ഐ ഡോണ്ട് നോ, എനിക്ക് കേട്ടിട്ട് തോന്നുകയാണ്. കാരണം യേശില്ല യേശോ എന്നൊന്നും ഞങ്ങളവിടെ ഡിസ്ക്ലെയിമർ, നിങ്ങൾക്കിത് യേശുമോ യേശില്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്ക്ലെയിമർ ഒന്നും കൊടുത്തിട്ടല്ല ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി മാറ്റുകയാണെങ്കിൽ താത്തായുടെ ലൈഫ് ഒന്നും കൂടെ ഹാപ്പി ആയിരിക്കും. മറ്റുള്ളവരും ചിന്തിക്കും അങ്ങനത്തെ ഉള്ള സംഗതിയെ. കാരണം അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഫ്രീഡം ഉണ്ട്, ഒരു റിലീഫ് ഉണ്ട്. ലൈക്ക് മറ്റുള്ളവരെന്ത് ചിന്തിക്കില്ല എന്നുള്ളൊരു സംഗതി വേണ്ട. നമുക്ക് നമ്മുടെ മനസാക്ഷിക്ക് റൈറ്റാണെന്ന് തോന്നിയാൽ നമുക്കത് ചെയ്യാം എന്നുള്ളതുണ്ട്. ലൈക്ക് പറയേണ്ടടുത്ത് പറയാം. അല്ലാതെ എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പോൾ യേശില്ല യേശു എന്നൊക്കെ ഡൗട്ട് അങ്ങനെ പറഞ്ഞില്ലേ, അതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടും കൂടി യേശുന്നവർക്ക് യേശുണ്ടാത്തവർക്ക് യേശുണ്ടാവും. അതിനിപ്പോൾ ഞങ്ങളെന്ത് ചെയ്യാനാ? ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന വീഡിയോയിൽ എനിക്ക് വേണമെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. അതെൻ്റെ ഇഷ്ടമാണ്. ഇപ്പം നിങ്ങൾ ആ ഒരു വീഡിയോക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത പോലെ, അല്ലാതെ യേശുയില്ല എന്നൊന്നും ഞങ്ങൾ വിചാരിച്ച് ചെയ്തിട്ടില്ല. ഈ വീഡിയോ ഞങ്ങളിവിടെ പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാ താത്ത ഇങ്ങനെ പറയുന്നത്? നമുക്കുള്ളിൽ തോന്നിയിട്ടായിരിക്കണമല്ലോ താത്ത അങ്ങനെ പറയുന്നത്. തട്ടമിട്ടേ തീരൂ. ഒന്നും തന്നെ പ്രതികരിക്കാതെ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ പറയുന്നത് പ്രതികരണം നമുക്കൊന്നോ എവിടെ ഏഷ്യയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ തട്ടമിടണം, തട്ടമിട്ടേ തീരൂ. മുസ്ലിമിന്റെ ഐഡന്റിറ്റി തന്നെയാണ് തട്ടം എന്ന് പറയുന്നത്. അതിനെ ഞാൻ പുച്ഛിച്ചിട്ട് എനിക്ക് തോന്നുന്ന ടൈം ഞാൻ തട്ടിടും, തോന്നുന്ന ടൈം തട്ടിടില്ല, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. മതത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യത്താണല്ലോ ജീവിക്കുന്നത്. ഒരാൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് തലയിൽ തട്ടമിട്ട് മുഖം എന്ന ഔറത്തും കഴുത്തെന്ന ഔറത്തും വെളിവാക്കി നരകത്തിൽ വിറകൊള്ളിയായിരിക്കുന്ന ഈ ഐഷാബി താത്ത ഇത് പറയാൻ യാതൊരുവിധ യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ സേ. കാരണം നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ മുസ്ലിം ആവില്ല, ഹിന്ദുസ് ആയിരിക്കാം, ക്രിസ്ത്യൻസ് ആയിരിക്കാം, വേറെ മതസ്ഥരാവണമെങ്കിലായിരിക്കാം. പക്ഷെ അവരെന്താ വിചാരിക്കാന് മുസ്ലിം മതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെയാണ്, ഇതേപോലെ തന്നെ നമുക്ക് കളിയാക്കാം, അങ്ങനെയാക്കാം, ഇങ്ങനെയാക്കാം എന്ന് വിചാരിക്കും. ആ ഒരു വിചാരം മറ്റുള്ളവരിൽ ഇടാൻ വേണ്ടി പാടില്ല. ഇവരെ പോലുള്ള ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം ഇസ്ലാം എന്നും പറഞ്ഞ് അല്ലെങ്കിൽ മുസ്ലിം എന്നും പറഞ്ഞ് തട്ടിടാതെയും തലയിലിടാതെയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോപ്രായങ്ങളും സ്റ്റാറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ മുസ്ലിമാണ്, എന്റെ പേര് അല്ലെങ്കിൽ മുസ്ലിം ആയാൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി പുള്ളിക്കാരനൊരു മുസ്ലിമാണ്. പുള്ളിക്കാരൻ പള്ളിയിൽ കയറുന്ന പല വിഷ്വൽസ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പോയിട്ട് താത്ത പോയിട്ട് മമ്മൂട്ടി നിങ്ങളിവിടെ കയറരുത്, നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചില്ലേ, സ്ത്രീകളുടെ കൂടെ അഭിനയിച്ചില്ല, അത് ഇസ്ലാമിൽ അങ്ങനെ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ കയറരുത്, നിങ്ങൾ നിസ്കരിക്കരുത്, നിങ്ങൾ ഒതു കൊടുക്കുന്ന പോലെ മുഖം കഴുകരുത്. ഇപ്പോൾ പറഞ്ഞു നോക്ക് താത്ത. ഐഷാബി താത്ത ഇറങ്ങിയേക്കണേണ്. ഇപ്പോൾ നൂറയും അതിലും ടാറ്റു അടിച്ചിട്ട് നൂറയും അതിലെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ. താത്താടെ അക്സെപ്റ്റൻസ് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. താത്താടെ വീട്ടുകാരെയാണോ ഉദ്ദേശിച്ചത്, അതോ ഐ ഡോണ്ട് നോ ഹൂ, എനിക്കത് കൂടുതൽ പറയാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണോ ഉദ്ദേശിച്ചത്? ഈ ഞങ്ങളെന്ന് പറയുന്നത് ആരാണെന്നൊന്ന് പറയണം. ആരുടെ പ്രതിനിധിയായിട്ടാണ് വന്ന് സംസാരിക്കുന്നതെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ടാറ്റു അടിച്ചിട്ട് ടാറ്റു ഞങ്ങളുടെ മേത്തലടിക്കുന്നത്, ആ പെയിൻ ഞങ്ങളുടെ, ആ പൈസ ഞങ്ങളുടെ, ആ എഫേർട്ട് ഞങ്ങളുടെ, ടൈം ഞങ്ങളുടെ. താത്താക്ക് ഇത്ര കുത്തലെന്നാണ്, കുത്തലിൻ്റെ അപ്പുറത്തൊരു വാക്കുണ്ട്, അത് ഞാൻ പറയുന്നില്ല. തട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണ്. നമ്മൾ ഓരോ മുസ്ലിങ്ങളും അവിടെ കണ്ട തട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി തന്നെയാണെന്ന്. അപ്പോൾ കഴുത്ത് ഇറക്കിയിടുന്നുണ്ട്. അപ്പോൾ താത്താക്ക് അറിയാം കഴുത്ത് അവിടെ ഇത്തിരി കാണുന്നുണ്ടെന്ന്.
ഓക്കെ. അപ്പോൾ ഇത് തലയിൽ തട്ടമിട്ടിട്ട് കഴുത്തും മാറും പുറത്തിട്ട് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മാറ് പുറത്തല്ല, ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ പോയൊന്ന് തിരുത്തിയിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും നല്ലത്. തട്ടമിട്ടുകൊണ്ട് തന്നെയാണ് ഒരാൾ തട്ടിട്ടാൽ അവർക്ക് എന്ത് തന്നെയായി മനസ്സിലാവും അവർ മുസ്ലിം ആണെന്നുള്ളത് അല്ലേ? ആ തട്ടമിട്ടപ്പോൾ തന്നെ മനസ്സിലാവും. പള്ളിയിൽ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്ന ആൾക്കാർ തലയിൽ തട്ടമിട്ടിട്ടാണ് പോകുന്നത്. അവരെയൊക്കെ കണ്ട ദേ മുസ്ലിം ഓണെന്ന് പറയുമോ അല്ലേ? ഈ ഐഷാബി താത്താടെ ബുദ്ധി ഇപ്പം മഴക്കാലമായതുകൊണ്ട് സൂര്യനില്ലാത്തതുകൊണ്ടേ ബുദ്ധി വേപ്പറൈസ് ചെയ്ത് പോകത്തില്ല. വെരി ഗുഡ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് ഐഡന്റിറ്റി തന്നെയാണ്. അത് നിനക്കത് വേണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചേക്ക്. അതിനെക്കുറിച്ച് നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എനിക്ക് തോന്നും ഇതിനെ പറ്റിയിട്ട് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വന്നൊരു കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുത്തതാണ്. അതിൽ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ നമുക്കൊരു 10 മിനിറ്റ് ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് തോന്നി ഓക്കെ കുറേ പേര് ഇങ്ങനെ മതത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് വരുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് വരുന്ന ആൾക്കാർക്ക് അത് കണ്ടിട്ട് പോവാം. അപ്പോൾ അതിലുണ്ട് എല്ലാ സംഗതി, ലൈക്ക് ആ റിയാക്ഷൻ ആ ഒരു ടോപ്പിക്കിനോട്. അല്ല താത്ത പറയുന്നതുകൊണ്ട് ഞാൻ താത്താടെ കുട്ടികളാണ്. നീ പറയുന്നുണ്ട് ഞാൻ മുസ്ലിം ആണെന്നുള്ളത്. ഞാൻ മുസ്ലിം ആണ് എന്ന് പറയുന്നുണ്ട്. മുസ്ലിമിന്റെ കാര്യങ്ങളിൽ നീ എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ ചെയ്യണം. എന്താണ് മുസ്ലിം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ? മദ്രസയിലൊക്കെ നീ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും. തട്ടെഴുന്നതിനെ കുറിച്ചും ഇനി നമുക്ക് ചെയ്യേണ്ട 5 വക്ത നമസ്കാരങ്ങളെ കുറിച്ചും ദിക്റുകളെ കുറിച്ചും സലാത്തുകളെ കുറിച്ചും നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും നമുക്കുണ്ട്. നമുക്കത് മാത്രമല്ല ബാക്കിയുള്ള മതസ്ഥർക്ക് അവരുടെ ഈ ചെറുപ്പം തൊട്ട് പഠിച്ചതല്ലേ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട്. ഈ വന്ന് ഈ ചിലക്കണ നേരം കൊണ്ട് 2 പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നാളെ സ്വർഗത്തിൽ പോകും. അതെങ്കിലും ഉണ്ടാവൂലേ? നൂറെ അതിലുണ്ടാവില്ലല്ലോ സ്വർഗത്തിൽ. ഞങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയാനായിട്ട് കാര്യങ്ങളുണ്ട്. ഹിന്ദുസിന്റെ ആയിട്ടുള്ള മതകാര്യങ്ങളുണ്ട്. അതുപോലെ ക്രിസ്ത്യൻസിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ബാക്കിയുള്ളവർ വന്നിട്ട് ഇതുപോലെ ഹിന്ദുസും ക്രിസ്ത്യൻസും അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ. അതിലോട്ട് താത്ത ഇടപെടുന്ന കാര്യമില്ല. അത് അവരുടെ കാര്യമില്ല. എന്തിനാ വെറുതെ അവരുടെ കാര്യത്തിലോട്ട് ഇടപെടുന്നത്? അത് താത്താടെ മതത്തിന്റെ കാര്യം നോക്കിയാൽ പോരെ. താത്താടെ തലയിൽ തട്ടുകിട്ടോ നെഞ്ചും കാണിച്ചിട്ടുള്ള നൃത്തത്തിന് തോന്നിയാസമുള്ള കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. ആരെങ്കിലും അങ്ങനെ പറയാൻ നീ കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? ഇപ്പം നൂറ പറഞ്ഞ മാറ്റാണെങ്കിൽ ഇപ്പം താത്ത കേട്ടിട്ടല്ലേ പറയുന്നത്? എന്തൊന്നാണ് ചിലക്കുന്നത്? കുറച്ചൊരു ചെറിയ അളവിൽ കുറച്ച് കോമൺ സെൻസ് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് വെയിലില്ലാത്തതിൻ്റെ ഇതാണെന്ന്. ഉള്ള ബുദ്ധി ഒലിച്ചു പോകുന്നില്ലല്ലോ. ആ ഉള്ള ബുദ്ധി ഒന്ന് ഒലിച്ചു പോയിരുന്നെങ്കിൽ കുറച്ച് വെളിച്ചം വീണേനായിരുന്നു തലയിൽ. അങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കണല്ലേ നെഞ്ചും പുറത്തിട്ട് ഉള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു. അത് നീ യൂട്യൂബിൽ വന്നിട്ട് പറയുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കും. റിയാക്ട് ചെയ്തോ? ഞാൻ പറഞ്ഞു അത് നീ യൂട്യൂബിൽ വന്നിട്ട് പറയുമ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ എന്തായാലും റിയാക്ട് ചെയ്തിരിക്കും. അത് റിയാക്ട് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. റിയാക്ട് ചെയ്തോളൂ. അതിന് ഇത്ര റോഷം ഞങ്ങൾ ചെയ്തിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു DJ കൂടെ ഇട്ടിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്ത് ചെയ്യാം? നീ പറഞ്ഞു വിശ്വാസം ഓവറായാലും പ്രശ്നമാണ്. ഇതിലെന്ത് ഓവറാണുള്ളത്? ഒരു ഇസ്ലാം മതവിശ്വാസി ആയിക്കഴിഞ്ഞാൽ, ഒരു മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അള്ളാന്നുള്ള വാക്ക് എത്രയേറെ അവന്റെ കൽബിൽ നിന്നാണ് വരേണ്ടത്. ഉച്ചരിക്കേണ്ടത് അവന്റെ കൽബിൽ. അല്ലാണ്ട് നീ ഇപ്പൊ പറഞ്ഞ പോലെ ഡാൻസ് കളിച്ച് പാട്ടുപാടിയും പറയുന്നില്ല. അങ്ങനെ ആവുമ്പോ ആ ഒരു നിലവാരേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡാൻസ് കളിച്ചും പാട്ടുപാടിയും താത്താട എന്താ വേറെ പരിചയക്കാരോ കുടുംബക്കാരോ വന്ന് ബാക്കിലിരുന്ന് ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടിയിട്ടാണോ പറഞ്ഞത്? അവൾ അള്ളാന്ന് ഇരുന്നത്. ഇപ്പം ഈ ഒരു സെയിം ഞാനിരിക്കുന്ന ഇവിടെ ഒരു ചെയറിൽ ഇവിടെ ഇരുന്നിട്ട് തന്നെ പറഞ്ഞത്. കണ്ണിന് തിമിരമുണ്ടെങ്കിൽ നിയർ ബൈ ഹോസ്പിറ്റൽസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് കാണിക്കുകയാണെങ്കിൽ കണ്ണും ചെവിയും കൂടെ കാണിച്ചോ. മ്യൂസിക്കൊക്കെ ഉണ്ടെന്നല്ലോ, നമുക്ക് കാണാനല്ലല്ലോ, കേൾക്കാനുള്ള മ്യൂസിക് പറ്റാം. അപ്പം അതുകൂടെ താത്ത കാണിച്ചാൽ നന്നായിരിക്കും. മാറ്റം വരുന്ന പറയുന്നത് എന്ത് കാര്യം കണ്ടുകൊണ്ടാണ് അവർ പറഞ്ഞെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്? അത് വായിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവിടെ വന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യം വായിച്ചെടുത്തിട്ട് വീട്ടിൽ പോയി കൂടെ ഇറങ്ങുന്നത്. എന്തിനാ ഇവിടെ വന്ന് ചെലുക്കുന്നത്? എന്തെന്നാണ് അത്? അവളതിൽ പറഞ്ഞിട്ടില്ലല്ലോ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്തെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്? അവൾ അള്ളാന്ന് വിളിച്ച് ഡാൻസ് കളിച്ച് പാട്ടുപാടി വിച്ച് ഡിഡ്ന്റ് ഹാപ്പൻ അങ്ങനെയല്ല വിളിക്കണ്ടേന്ന് പറഞ്ഞു. എങ്ങനെ കൽബിൽ തട്ടി അല്ല ഇങ്ങനെയാണോ വിളിക്കേണ്ടത്? അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ ഒരു സ്വിച്ച് ചെയ്തുകൊണ്ട് ഹെട്രോസെക്ഷൽ ആവോ? എന്നാൽ താത്ത ഹെട്രോസെക്ഷൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഹെട്രോസെക്ഷൽ ആണെങ്കിൽ എന്നാൽ ഒന്ന് നെഞ്ചത്തിൽ ഇടിച്ച് വിളിച്ച് നോക്കിയാൽ ഹോമോസെക്ഷൽ ആവോ താത്ത? ജസ്റ്റ് തിങ്ക്. ഓക്കെ, ഈ ഷിറ്റ് സ്പിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് ഷിറ്റ് സ്പിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നീ അല്ലാന്ന് വിളിച്ചിട്ട് ഒരു പുച്ഛഭാവത്തിൽ പറയുന്നത്. ആ പുച്ഛെന്ന് പറയേണ്ട തുപ്പല വരെ ആ സ്ക്രീനിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, മുഖത്ത് തെറിക്കായിരുന്നത് ഭാഗ്യം. അപ്പോൾ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുതെന്ന് പടച്ചോൻ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചെയ്യുക. കഴുത്തൊക്കെ പുറത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ തുപ്പലം തെറിപ്പിക്കലെങ്കിലും പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇപ്പൊ നീ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങളും കൊണ്ട് നിന്റെ കബിറ്റിലേക്ക്
വേറെ ആരും വരില്ല എന്നുള്ളത്. ഈ കബിട്ട് എന്ന് പറഞ്ഞതും എനിക്ക് അറിഞ്ഞൂട്ടെ. കപക്കെട്ടാണോ ഇനി ഉദ്ദേശിച്ചത്? കപക്കെട്ട് അതറിയുന്നവരാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞോ കമൻസിലോ ഒന്ന് പറയണേ. കബിട്ട് എന്ന് പറഞ്ഞ എന്തെന്ന സാധനം? ഐ ഡോണ്ട് നോ. എനിക്ക് കബറേ അറിയത്തുള്ളൂ, കബിട്ട് എനിക്കറിയില്ല. അപ്പൊ അതറിയല്ലേ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇസ്ലാമിനുള്ളത്. അപ്പൊ നിനക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നീ അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്നത് വേറെ രീതിക്കും അല്ലേ? ഛർദ്ദിക്കാൻ എന്താ കഴിച്ചിട്ട് പിടിച്ചില്ലേ? അപ്പം അതങ്ങ് ഛർദ്ദി ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. സീതാത്ത ഇവിടെ നമുക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് വല്ലാണ്ട് അതിനെപ്പറ്റി പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. ആണല്ലോ ഖബറിലോട്ടുള്ളത് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏത് കുട്ടികൾക്കും അറിയാമല്ലോ, താത്താക്ക് അറിയില്ല. അപ്പം അത് വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലായില്ല. നിനക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു എല്ലാത്തിനും ഒരു ബാഡ് സൈഡും ഗുഡ് സൈഡും ഉണ്ട്. നമ്മൾ ഒരു ബാഡ് സൈഡിനെ ഫോക്കസ് ചെയ്ത് ബാഡും കൂടി ഓക്കെ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം എന്ന് പറഞ്ഞിട്ട് ബാഡും കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ റൂയിൻ ആവപ്പെടുന്നത് ലൈഫ് തന്നെയാണ്. അതല്ല നമുക്ക് ഒരു സ്റ്റഫിന്ന് ഒരു ഗുഡ് സാധനം മാത്രം എടുത്തിട്ട് മതിയെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവും, നമുക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, മനസ്സമാധാനമാണല്ലോ ഏറ്റവും വലുത്, അതുണ്ടാവും. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. അല്ലാതെ താത്ത പറയുന്നോട്ട് ഈ കബിട്ട് കഫക്കെട്ട് എന്നൊക്കെ പറയുന്നോട്ട് എല്ലാത്തിൻ്റെയും ബാഡ് സൈഡും കൂടി എടുക്കാൻ പറ്റത്തില്ല. എല്ലാ ഇതിനും ബാഡ് സൈഡും ഉണ്ട്, ഗുഡ് സൈഡും ഉണ്ട്. മതമായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ എല്ലാവരും പെർഫെക്റ്റ് അല്ല, എല്ലാ മതവും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കപ്പെടുന്നുള്ളത്. എങ്ങനെയാണ് പൊറുക്കപ്പെടുന്നത്? ആരും ചെയ്ത തെറ്റ് തന്നെ ആയിക്കഴിഞ്ഞാൽ പൊറുക്കപ്പെടും, സത്യം തന്നെയാണ്. പൊറുക്കപ്പെടുന്നതിന് നമ്മുടെ തൗബ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ പശ്ചാത്തപിക്കണം അല്ലെ? തൗബ എന്ന് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷെ ഈ കേൾക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ട് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് പശ്ചാത്തപിക്കുക. അപ്പൊ എനിക്ക് പെട്ടെന്ന് കാഞ്ചനയും പിന്നെ ഏതോ ഒരു പ്രയത്തിന്റെ മൂവിയൊക്കെ ഓർമ്മ വന്ന്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം എന്താ? മതമായതുകൊണ്ടാണോ ഇത്ര തീവ്രത? എന്തിന് ഇത്ര രോഷം കൊള്ളുന്നത്? സാധാരണ പറഞ്ഞാൽ പോരെ. എനിക്ക് ഇവരുടെ ഈ ഓരോ മാനറിസംസും വേ ഓഫ് ടോക്കും കണ്ടിട്ട് ഇന്ത്യൻ ആൻറ്റി ഉണ്ടല്ലോ, ഇന്ത്യൻ ആൻറ്റി, എനിക്ക് ആ സംഗതി ഓർമ്മ വന്നു. കുറേ എന്താ പറയുക ക്ലീഷേ സംഭവങ്ങളില്ലേ ഇന്ത്യൻ ആൻറ്റിയുടെ, അങ്ങനത്തെ സാധനങ്ങൾ ഓർമ്മ വന്നു. ഒരു ആൻറ്റിയാന്ന് തോന്നുന്നു. തെറ്റായതാണ്, അത് നിന്റെ മിഥ്യയായിട്ടുള്ള കാര്യമാണ്. അത് നീ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് ജയിക്കാൻ നീ വിചാരിക്കണ്ട. ഓക്കെ, ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ട് ജയിക്കുന്നില്ല. താത്തനെ ഒരു ദിവസം ഞങ്ങൾ വീട്ടിലോട്ട് വിളിക്കുക. എവിടെ ഇരുന്ന് ഞങ്ങൾ മുട്ടിപ്പായിട്ട് താത്തനോട് താത്ത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ അള്ളാന്ന് വിളിച്ച് കളിയാക്കി എന്ന് പറയുന്നത് പോലെ താത്ത എന്ന് വിളിച്ച് കളിയാക്കിയിട്ട് ഇവിടെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് ഇരുന്നിട്ട് താത്താനോട് പറയാം. ഓക്കെ, അപ്പൊ സമാധാനാവുമല്ലോ. പ്രഹസനം പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ലാന്ന്. കൊട്ടിഘോഷിക്കണ വേണ്ടിയൊന്നും ഞങ്ങൾ തീരുമാനിച്ചോളാന്നേ. നിങ്ങളെന്താ ഉമ്മയാവാൻ നോക്കുകയാണോ? ഇന്ത്യൻ ആൻറ്റിയുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കുക കേട്ടോ. അവിടെ പോയിട്ട് ആൻറ്റി ചമ്മഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ തല്ലൂല. അല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ നല്ല കയറി കിട്ടും താത്താക്ക്. സോറി ആൻറ്റിക്ക്. എല്ലാവരും മോശക്കാർ. ടാറ്റു അല്ല, ടാറ്റു. ഓക്കെ, ഇവിടെ പറഞ്ഞില്ലല്ലോ. പറയാത്ത കാര്യം നീ പറയാൻ പറ്റില്ല. നിന്നോടാണ് അവര് പറഞ്ഞത് നീ ടാറ്റു ഇട്ടത് ഒഴിവാക്കുന്നുള്ളത്. നൂറേനോടാണ് പറഞ്ഞേക്കുന്നതെന്ന് താത്താക്ക് അറിയാമെങ്കിൽ താത്ത എന്തിനാണ് രോഷം കൊള്ളുന്നത്? ഷീ നോസ് റൈറ്റ്. അവൾക്കറിയാം അവളോടാ പറഞ്ഞേക്കുന്നതെന്ന് താത്താക്കും അറിയാം. പിന്നെ താത്ത എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ മാൻ ആയിട്ട് വരുന്നത്? എന്തോ എക്സ്ട്രാ സ്വർഗത്തിൽ പോകുമ്പോൾ എത്ര പൊന്നും പണവും ഹൂറിമാരെ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ താത്താക്ക്? സോറി, ഹൂറിമാർ താത്താക്കില്ലല്ലോ. കാരണം നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല ഐ ആം ഓൾസോ മുസ്ലിം. അതവള് പറഞ്ഞോട്ടെ. താത്താക്ക് എന്താണ്? താത്താക്ക് താത്താടെ കാര്യം നോക്കിയാൽ പോരെ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉത്കണ്ഠ കാണിച്ച് ഇങ്ങനെ ടെമ്പറായാൽ ഇങ്ങനെ കാഞ്ചനയായിട്ട് ഇങ്ങനെ വന്നാൽ എങ്ങനെയാണ് ശരിയാവുക? ഇങ്ങനെ ഉറതുള്ളിയാൽ എന്തോ തരാന്ന് ആരോ പറഞ്ഞോ? അതോടെ പറഞ്ഞേക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ടാറ്റു ഹറാമാണ്. നീ മുസ്ലിങ്ങൾക്ക് ടാറ്റു ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം. ഹോമോസെക്ഷുവാലിറ്റി ഹറാമാണ് ഇസ്ലാമിലെന്ന് എല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനിറ്റിയിൽ ഹോമോസെക്ഷുവാലിറ്റി സിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് എനിക്കറിയില്ല ഇവരെന്തിങ്ങനെ പ്രീച്ച് ചെയ്യുന്നതെന്ന്. നീ പണ്ട് മദ്രസയിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നീ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇസ്ലാമിലുള്ളത് നമുക്ക് 5 വക്ത നമസ്കാരമുണ്ട് അല്ലെ? ആ നമസ്കരിക്കുന്നതിന് മുന്നേ ഉളു എടുക്കലുണ്ട്. ആ ഒരു ഉളു എടുക്കുന്ന ടൈമിൽ ഈ ടാറ്റുവില് ഉളുവിന്റെ വെള്ളം കൊള്ളുവോ? ഇല്ല. നിന്റെ ഉളു ശരിയായിട്ടില്ലെങ്കിൽ നീ നമസ്കരിക്കുന്നത് ശരിയാവോ? ഇല്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നത്. അതെ, അത് ആദ്യം മനസ്സിലാക്കണം. നമ്മളൊരു സംഭവം ഹറാമാണ് അല്ലെങ്കിൽ അത് ഹലാലാണെന്ന് അറിയുമ്പോൾ അത് എന്തുകൊണ്ട് ഹറാമാക്കി എന്തുകൊണ്ട് ഹലാലാക്കി എന്നുള്ളതും കൂടി അറിയാം. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ പറയും നാവിനെല്ലാം വിചാരിച്ചിട്ട് എവിടേക്കും അത് വളക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത്.
നീ അങ്ങനെ തന്നെ ഇപ്പം വളച്ചോണ്ടിരിക്കും. നിനക്ക് തന്നെ അറിയാം, അല്ലെങ്കിൽ 2, 3, 4 ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ച കുട്ടികൾക്കായാലും അറിയാം ഇന്ന് ഇവര് നാവിനെല്ലില്ലെന്ന് കരുതി വളക്കരുതെന്ന് പറയുന്നുണ്ട്. നാവിനെല്ലില്ല എന്ന് നൂറ വന്ന് പറഞ്ഞു. നാവിന് എല്ലുണ്ട് ഇല്ല എന്ന് അവളൊന്ന് പറഞ്ഞു താത്താനോട്. ഇന്ത്യൻ ആൻറ്റി ഏതൊക്കെയോ ആൻറ്റിമാരുടെ കോച്ചിങ് ഒക്കെ എടുത്തിട്ട് വന്ന് പുലമ്പെന്ന്. കാര്യത്തിന്റെ അർത്ഥം ഇവരെ മുല്ലെങ്ങാനും നേരെ പോയിരുന്നെങ്കിൽ എന്റെ പൊന്നല്ല ഇവര് കണ്ണിലിട്ട് കുത്തിയാണ്. അമ്മാതിരി കുത്താണ് ഈ സ്ക്രീനിലിട്ട് കുത്തണം. ദുനിയാവ് നാളെ മഹ്ശറ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ഫലം അനുഭവിക്കാൻ പോകുന്ന അവിടെയാണ്. നല്ലതായാലും ചീത്തയായാലും അവിടെ ചെന്ന് അനുഭവിക്കും. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് നിനക്ക് അറിയില്ലെങ്കിൽ നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? നീ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ മുസ്ലിമാണ് എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഒരു ചന്ദനമഴയെ പോലെ ആന്റിമാരെ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചുകൂടെ മെനയുണ്ടായിരുന്നു. ഇതൊരു മാതിരി ആന്റി ആയി പോയിട്ടാ. നെക്സ്റ്റ് ടൈം ഇംപ്രൂവ് യുവർ പെർഫോമൻസ്. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. അവരടിച്ച് കൊല്ലും. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് നന്നാക്കാന്ന് വിചാരിച്ചൊന്നല്ല പറയുന്നത്. പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ഇത്രയും അപ്പൊ അറിയാൻ നന്നാവൂലാന്ന്. പിന്നെ എന്തിനാണ് പിന്നെ ഇസ്ലാമിനെ നന്നാക്കാൻ? അപ്പൊ ഇസ്ലാം നല്ലതല്ലേ? പുച്ഛിച്ചിട്ട് ഇത്രയും താഴ്ന്ന രീതി, നിലവാരമില്ലാത്ത രീതി നീ പറയുന്ന കേൾക്കുമ്പോൾ മറ്റുള്ള മതസ്ഥര്, ഇത് കാണുന്ന മറ്റുള്ള മതസ്ഥര് വിചാരിക്കും ഇത് തന്നെയാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം എന്താണെന്നുള്ളത് ഇപ്പൊ ഇസ്ലാം എന്താണെന്ന് ഇപ്പൊ ഒരാള് പറയുന്നതിനല്ല, ഒരാൾ ഒരു വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഞങ്ങളൊരു വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഇസ്ലാം എന്താണെന്ന് ആരും ബുദ്ധിയുള്ള ആരെങ്കിലും ഒറ്റ വീഡിയോ കണ്ട് ഇതാണ് ഇസ്ലാം അല്ലേ ഇങ്ങനെ വിചാരിക്കുമോ? ഇപ്പൊ കുറേ ഉസ്താദ്മാര് ആൺകുട്ടികളെ വരെ റേപ്പ് ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇതാണല്ലേ മദ്രസയിൽ എപ്പോഴും നടക്കുന്നത്, ഇതാണല്ലേ ഇസ്ലാം എന്നാണോ വിചാരിക്കുക? ഇല്ല, അതിന്റെ പുറകെ കുറെ പോയിട്ടല്ലേ അവരിങ്ങനെയാണെന്ന് വിചാരിക്കത്തുള്ളൂ. ഏത് പഠിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. നിനക്കൊരു കണ്ടന്റിന് വേണ്ടിട്ട് നീ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. എനിക്ക് അയ്യോ താത്താക്ക് വിഷമായിരിക്കുന്നു. കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ കോണ്ടന്റ് ഇനി താത്ത അയച്ചുതരും. നൂറ നീ ഈ മാസം ഇന്ന കോണ്ടന്റ് ചെയ്യുക, ഈ മാസം ഇങ്ങനെ ചെയ്യുക, ഇത്രാമത്തെ മിനിറ്റിൽ നീ ഇത് പറയുക. സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വാ, കൊണ്ടുവിട്ടിത്തരാം. അപ്പോൾ താത്ത ഇപ്പം ചെയ്തേക്കുന്ന വീഡിയോ കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല, ഇസ്ലാം മതം പ്രീച്ച് ചെയ്യുകയാണോ? എന്താണ് കൊണ്ടോ ഇസ്ലാമിനെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ? ഇസ്ലാമിനെ പറ്റിയല്ലല്ലോ അവൾ പറഞ്ഞത്. സോറി, ഇസ്ലാമിനെ പറ്റിയിട്ടല്ല. പക്ഷെ താത്ത പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു. അവളൊരു കമന്റ് വന്ന് അതിന് റിയാക്ട് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതിന് ഇങ്ങനെ വന്നിട്ട് കൊള്ളുന്ന എന്തിനാണ്? ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ഉണ്ട്. നീ ഒരു വ്ലോഗ് ചെയ്യുന്ന ആളല്ലേ. എനിക്ക് നിന്റേതായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ തോന്നിവാസങ്ങളും നീ ചെയ്തിട്ട് ഞാൻ ഒരു മുസ്ലിമാന്ന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള അതാ ഞാൻ ചോദിച്ചത്. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതും വീഡിയോ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആവുന്ന തോന്നിവാസമാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എന്ത് പോക്കിരിത്തരവും ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് നാവിനെ എല്ലില്ലാത്തോട്ടല്ലേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പിരുന്ന് വളക്കുന്നത്? ഐഷാബി താത്താക്ക് കുടുംബത്ത് വേറെ പണിയൊന്നുമില്ല, ഈ കഴുത്തും നെഞ്ചൊക്കെ പുറത്തിട്ടുകൊണ്ട് വന്ന് പുലമ്പാനായിട്ട്. വീട്ടിലെ കാര്യം ഇത് തോന്നിവാസമോ? അപ്പം നിങ്ങളുടെ വീട്ടുകാർ ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നതൊക്കെ തോന്നിവാസമാണ്. അത് തോന്നിവാസമാണ്, നിങ്ങളത് പറഞ്ഞോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇങ്ങനെ തലയിട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഇന്ത്യൻ ആൻറ്റി അല്ലേ, മറന്നു. ഇന്ത്യൻ ആൻറ്റി വിത്ത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് അല്ലേ? ഇനി വെടിയൊക്കെ വെച്ച് വരുമോ? തോക്കൊക്കെ എടുത്ത് തലവെട്ടിയാണല്ലോ ശീലം. ഞാൻ ചെയ്യും, തോന്നിയമാതിരി ഞാൻ കട്ടിടില്ല, തോന്നിയമാതിരി ഞാൻ ചെയ്യും, തോന്നിയമാതിരി നടക്കും. അതൊന്നും ആരും പറയാൻ വേണ്ടി പാടില്ല, ചോദിക്കാൻ വേണ്ടി പാടില്ല. ഇനി ആരെങ്കിലും പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ താത്ത അത് പാലിക്കുക. തല മാത്രം മറച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടത്തെ ഈ കാണുന്ന സാധനമൊക്കെ അത് ഉറത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇറക്കിയിട്ടുന്ന ആൾക്കാർ കാണാണ്ടിരിക്കുന്നൊന്നുമില്ലല്ലോ. ഈ കോണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാതെ പടച്ചോൻ വിടൂലാട്ടാ. ഇങ്ങനെ കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ശരീരമൊക്കെ പുറത്തിട്ട് ആൾക്കാരെ കാണിച്ചു കിടക്കുന്നത് മോശം. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാർ വേണ്ടിയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യങ്ങൾ കുറച്ച് കടന്നു പോകുമ്പോൾ ആൾക്കാർക്ക് പ്രതികരിക്കേണ്ടി വരും. നിനക്ക് അത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ പേഴ്സണലായിട്ട് പോയിട്ട് അവരോട് പറയണം. എല്ലാവരും ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു യൂട്യൂബ് കമന്റ് വന്നാൽ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഓക്കെ, ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇടുന്ന യൂട്യൂബ് കമന്റിന് അയാളുടെ പേര് മാത്രമേ അതിലുണ്ടാവത്തുള്ളൂ. കൂടിപ്പോയി അതും പേരില്ലാത്ത കുറേ ഉണ്ട്. DP ഉണ്ടാകത്തില്ല. ഇത് വെച്ചിട്ട് താത്ത എങ്ങനെയാണ് അവരുടെ ഇതിലോട്ട് പോയി പറയാതെ? ഞാൻ പറയുന്നത് മതം മാത്രം തലയിൽ വെച്ചിട്ട് കാര്യമില്ല, കുറച്ച് കോമൺ സെൻസ്. ആ മതം തലയിലില്ല, എന്തോ ഇന്ത്യൻ ആൻറ്റിയാണ് കൂടുതൽ തലയിലിരിക്കുന്നത്. അതാണല്ലോ കഴുത്തും പുറത്തിട്ട് മതത്തിനെ പറ്റി പറയുന്നത്. അപ്പം ഒരാൾ പബ്ലിക്കലി യൂട്യൂബിലിട്ട കമന്റ് എങ്ങനെയാണ് പേഴ്സണലി പോയിട്ട് അയാൾക്ക് കത്തയച്ച് പറയാൻ പറ്റുക? നാക്കിനെല്ലാന്ന് കരുതിയിട്ട് പിന്നെ ഇടയ്ക്ക് ഛർദ്ദിക്കണ മാറ്റർ പറഞ്ഞല്ലോ. ഇവിടെ ആരാ ഛർദ്ദിക്കുന്നത്?
ഇത്ര ഛർദിയാണെങ്കിൽ ഒരു മരുന്ന് ഫാർമസി പോയിട്ട് എനിക്ക് ഭയങ്കര ഛർദിയും ഭയങ്കര കൃമികടിയും അതുപോലെ തന്നെ കണ്ണിക്കടിയുണ്ട്. ഫാർമസിസ്റ്റ് ഒരു മരുന്ന് എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തരംതാഴ്ത്തുന്ന രീതിയിൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും പൊറുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. ബാക്കിയുള്ളവർ കേട്ടിട്ട് വായും മൂടിയിട്ട് അങ്ങ് പോകില്ല, നീ എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം നീ ശരിയാ, വായും മൂടിയിട്ട് അങ്ങനെ പോകാൻ പറ്റി കഴിയില്ല. താത്തക്ക് കൃമിയടിയും കണ്ണിക്കടിയും ഛർദി ഉള്ളതുകൊണ്ട് ഇങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ശുദ്ധ അസംബന്ധം തന്നെയാണ്. ശിവനെ ശുദ്ധ അസംബന്ധമായിരിക്കണു ഈ താത്ത ഇങ്ങനെ പറഞ്ഞ അസംബന്ധം എന്നൊക്കെ. എനിക്ക് വിഷമാവുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഇത്രത്തോളം എങ്കിലും പറയണമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഓക്കെ, വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലല്ല വീഡിയോ ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ പറ്റി താത്താടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോണ്ടന്റ് ഞങ്ങളായിട്ട് ഇട്ട് തന്നില്ലേ. എല്ലാവരും കോണ്ടന്റ് തന്നെയാണ് യൂട്യൂബിൽ ചെയ്യുന്നത്, അല്ലാതെ ഇതെടുത്തിട്ട് കോണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയാൻ താത്ത സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വാ. അപ്പം നിങ്ങൾക്ക് നോക്കാം. അപ്പം അങ്ങനെ പണിക്കെടുക്കുകയാണെങ്കിൽ താത്ത പറഞ്ഞോ, നോ ഇഷ്യൂസ്, നമുക്കതപ്പം നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കോമൻറ്റ് അല്ലാത്ത പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻസിൽ പോയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കയ്യെടുത്ത് പറയണമല്ലോ, അതൊക്കെ കാണിക്കുക. ഓക്കെ, ഇപ്പം ഇതാണ് സംഗതി. ഇതിപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, അതിൽ അല്ലാ എന്ന് വിളിച്ചത് ഞാൻ പിന്നെയും ചോദിക്കുകയാണ്. അത് കളിയാക്കിയതോ കാര്യങ്ങളോ അല്ല. അതങ്ങനെ വന്ന് പറഞ്ഞ ഒരാളുടെ സെക്ഷുവാലിറ്റി അങ്ങനെയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ വേയിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അത് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇത് കാണുന്നത് നിങ്ങളൊരു ബോയ് ആണെങ്കിൽ നിങ്ങളോട് വന്നിട്ട് അല്ലാ എന്ന് മനസ്സിൽ തട്ടി വിളിക്കുക. നിങ്ങളൊരു സ്ത്രീനെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, അല്ല നിങ്ങളിപ്പോൾ ഒരു സ്ത്രീനെ ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങളൊരു പുരുഷനെ മാറി ഇഷ്ടപ്പെടും. ഇങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇങ്ങനെ വന്ന് അതോട് അസംബന്ധം പുലമ്പാതെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പുലമ്പുന്നതായിരിക്കും ബെറ്റർ.